വലിയ ദിവസം നമ്മുടെ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസമല്ലായിരിക്കാൻ ഈ നല്ല രാത്രി കാലവും സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ എല്ലാ നല്ല സാവകാശങ്ങളെ ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നമ്മൾ ദിവസമെല്ലാം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആരംഭിച്ച നമ്മുടെ ഉപവാസത്തിൻ്റെ ഈ 3 സെക്ഷൻ ദിവസമല്ലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. കഴിഞ്ഞ രാത്രിയിലും കഴിഞ്ഞ പകലും ദൈവസഭയാ ദിവസം താണിരിപ്പാൻ സർവ്വവാലുവായ ദൈവം നമ്മെ സഹായിച്ചു. സ്വന്തം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കേൾപ്പിച്ച എല്ലാ വചനങ്ങളെ ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷാൽ ഇന്ന് പകൽക്കാലം കർത്താവ് തൻ്റെ വിലയിരുത്തനെ നമ്മുടെ മധ്യയാഴ്ച ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ശക്തിയോടെ സംസാരിപ്പാനിടയായി ദൈവ സ്നേഹത്തെ ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലവും കർത്തൃപാലപടത്തിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർക്ക് ദിവസമല്ലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. വിശേഷ കർത്തൃദാസൻ പാസ്റ്റർ ജോയ്സി മാത്യു അവരുടെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയുടെയും പ്രതീക്ഷയുടെയും ഇന്ന് രാത്രികാലം ദിവസമല്ലായിരിക്കാം കർത്തൃത്വത്തിനെ സൂക്ഷിക്കായി ക്ഷണിക്കും. ദൈവത്തിൻ്റെ ധന്യനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും രാത്രിയിലും ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നമുക്കൊരുക്കി തന്ന നല്ല സന്ദർഭത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പകൽ പറഞ്ഞതുപോലെ തന്നെ മുഖപുരയ്ക്ക് ഒന്നും തിരിയാതെ എൻ്റെ ദൈവവചന ശുശ്രൂഷയ്ക്കുള്ള ബദ്ധപ്പാട് നിമിത്തം നിങ്ങളുടെ മുൻപിലൊരു വാക്യം ഇന്ന് രാത്രിയിലും വെച്ച് ദൈവത്തിൻ്റെ ആലോചനകൾ നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ദയവായി റോമാലേഖനം എടുത്താട്ടെ. റോമാലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. 8-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ഒരാൾ ശബ്ദമുയർത്തി വായിക്കണം. ദൈവസഭയെക്കുറിച്ചുള്ള മർമ്മം ലഭിച്ചവൻ. എന്തെല്ലാം സവിശേഷതകൾ നമുക്ക് പൗലോസിനെ കുറിച്ച് പറയാം. ആ പൗലോസ് പറയുകയാണ്, വേണ്ടുന്നത് പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ലല്ലോ. പൗലോസിനെയും കൂടെ ഉൾപ്പെടുത്തിയാണ് പറഞ്ഞത്. നമുക്കറിയത്തില്ലല്ലോ. അപ്പം നമുക്കറിയാവോ? പിന്നെ അതങ്ങ് സമ്മതിക്കേ. നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട്, ഞാനൊരു വലിയ പ്രാർത്ഥനക്കാരനാണെന്നോ പ്രാർത്ഥനക്കാരിയാണെന്നോ ഒക്കെ ഒരു ചിന്ത ഒരു പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായേക്കാം. വെറുതെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാം, പക്ഷെ വേണ്ടുന്നത് പോലെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. Pray which ought to be. എങ്ങനെ പ്രാർത്ഥിക്കണം അതറിയത്തില്ല. നമ്മൾ എന്തൊക്കെയോ ഇങ്ങനെ ഉരുവിടുന്നു, പലതും പറയുന്നു, നമ്മൾ ചിന്തിക്കുന്നു ഇതാ പ്രാർത്ഥന. അല്ല. അതുകൊണ്ട് ദൈവാത്മാവ് പറയുന്നു, നമുക്ക് വേണ്ടുന്നത് പോലെ പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ. നമുക്കിങ്ങനെ ഒരു ട്രാക്ക് ഉണ്ടല്ലോ പ്രാർത്ഥിക്കാനേ. നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങി സഭയിൽ കയറി നമ്മുടെ ദേശത്തിറങ്ങി അങ്ങനെ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് അവസാനം UNOയിലെത്തി അല്ലേ. അന്തർദേശീയ വിഷയങ്ങളൊക്കെ പ്രാർത്ഥനയിൽ വെച്ച് കൊണ്ടിരുന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ. അത് വേണ്ടുന്ന പോലെ അല്ലെന്നാ പറഞ്ഞത്. കാരണം 2 തരത്തിൽ പ്രാർത്ഥിക്കാം. 2 തരത്തിൽ പ്രാർത്ഥിക്കാം. അത് 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൻ്റെ 14-15 പൗലോസ് പറഞ്ഞിട്ടുണ്ട് 2 തരത്തിൽ പ്രാർത്ഥിക്കാം. ശ്രദ്ധിച്ചേ. 1 അടുത്ത സെന്റൻസ്, ആകയാൽ എന്ത്? ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. ശ്രദ്ധിച്ചോ? 2 തരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. 1 ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, മറ്റൊന്ന് ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും. ഇതിലേതാ നമ്മുടെ പ്രാർത്ഥന? നമ്മുടെ പ്രാർത്ഥന ഏതാ? സംശയമുണ്ടോ? ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥനയാ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്നു. കാരണം ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയെ നയിക്കുന്നത് നമ്മുടെ ബുദ്ധിയാണ്, അല്ലേ? നാം പറയുന്ന പദങ്ങൾ പോലും നമ്മുടെ ബുദ്ധിയെ സ്വാധീനിക്കുന്നു. ബുദ്ധിയാണ് അവയെ നയിക്കുന്നത്. ആവശ്യമാകട്ടോ. ഇവിടെ കർത്താവിൻ്റെ ദാസൻ പ്രാരംഭത്തിൽ പറഞ്ഞു, തുടർന്ന് നടക്കുന്ന ആത്മീക ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞപ്പോൾ പ്രത്യേകം പറഞ്ഞു, ഒരാൾ ശബ്ദമുയർത്തി ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം 119-ാം സങ്കീർത്തനം വായിക്കുന്ന പോലെ ഒരു പ്രാർത്ഥന നടത്തും ഇവിടെ. ചിലർ പ്രാർത്ഥന തുടങ്ങിയാൽ പിന്നെ അന്ന് വേറെ ശുശ്രൂഷയൊന്നും നടക്കുകയില്ല. അതറിയാം. അതുകൊണ്ടാണ് ഞങ്ങളിത് ചേർത്ത് പറയുന്നത്.
ഞാനും ശുശ്രൂഷിക്കുന്ന ആളല്ലേ. അപ്പം ഞങ്ങൾ പ്രത്യേകം പറയും ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കണം. അത് പറയും, ബുദ്ധിയോടെ പ്രാർത്ഥിക്കണം. അപ്പോൾ നാം കൂടി വന്ന് ആ കൂടിവരവിൻ്റെ അനുഗ്രഹത്തിനായി, അന്ന് നടക്കുന്ന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് ഫോക്കസ് ചെയ്ത് വേണമെന്ന് പ്രാർത്ഥിക്കാൻ. ഒരു വീട്ടു പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആ വീട്ടിൻ്റെ അനുഗ്രഹത്തിനായി, അവിടെയുള്ളവരുടെ വിടുതലിനായിട്ട് വേണം പ്രാർത്ഥിക്കാൻ. അപ്പോൾ അന്തർദേശീയ വിഷയമൊന്നും വലിച്ചുകൊണ്ട് വരണ്ട. ഇത് നമുക്കെല്ലാം ഒരു പ്രാർത്ഥനയാണ്. അങ്ങോട്ട് കൊളുത്തി വിട്ടാൽ ദൈവമേ അത് തീരും, അങ്ങ് പോകല്ലേ. അതുകൊണ്ട് പറഞ്ഞ് ബുദ്ധിയോടെ പ്രാർത്ഥിക്കണം. നമ്മൾ പറയുന്ന പദപ്രയോഗങ്ങൾ, പൊതുസഭയിലിരുന്ന് പരസ്യ സ്ഥലത്തോ ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അന്യർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭ്യമായ പദപ്രയോഗങ്ങൾ നമ്മുടെ നാവിൽ വരണം. ശ്രദ്ധിച്ചോണേ. ചിലരെ ഇതൊന്നും പറ്റുകയില്ല. ഒരു മരണ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവരങ്ങ് ഇളകും. മരിച്ചു കിടക്കുന്ന പിതാവിൻ്റെ മക്കൾ കൊണ്ടിളകും അത് കേൾക്കുമ്പോൾ, അല്ലേ? അവിടെയാണോ ഇംഗ്ലാവ് വിളിക്കുന്ന പോലെ പ്രാർത്ഥിക്കുന്നത്? ഇല്ലേ? അന്തരീക്ഷത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് അവിടുത്തെ ദുഃഖാവസ്ഥ മനസ്സിലാക്കി നമ്മൾ വളരെ നല്ല മോഡുലേഷൻ, നമ്മുടെ ശബ്ദത്തിൻ്റെ നിയന്ത്രണത്തോടെ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. അയ്യോ, ചിലരെ കൺവെൻഷന് പ്രാർത്ഥിക്കാൻ എഴുന്നേപ്പിച്ച് നിർത്തും. ഞാൻ കേട്ടിട്ടുണ്ട്, കൺവെൻഷന് ചിലരങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ യേശു കർത്താവിനെ വഴക്ക് പറയുന്ന പോലെ പ്രാർത്ഥിക്കുന്നേ. ദൈവമേ നീ ഇന്ന് രാത്രി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് കേൾക്കുമ്പോൾ അക്രൈസ്തവം മാറുക എന്ന് പറയുക. ഇയാളുടെ മടിയിലിട്ടാണോ വളർത്തുന്നേ? നീ ഇതിനൊക്കെ ബുദ്ധി വേണ്ടേ? ഞാൻ രാവിലെ പറഞ്ഞല്ലോ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മലയാളം ബൈബിൾ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം തർജ്ജമ ചെയ്ത് തുടങ്ങിയതാണ്. അത് ഇംഗ്ലീഷുകാരായ 2 പേർ ബ്രിട്ടനിൽ നിന്നും, ബെഞ്ചമിൻ ബെയ്ലിയും ഹെർമൻ ഗുണ്ടർട്ടും നമ്മുടെ കേരളത്തിൽ വന്നു മലയാളം പഠിച്ചിട്ട് അവർ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാ. ഇംഗ്ലീഷ് ഭാഷയിൽ നീ എന്ന പദത്തിന് പല അർത്ഥങ്ങളുണ്ട്. യു എന്ന് അവരുടെ മാതാപിതാക്കളെയും വിളിക്കാം. അമേരിക്കൻ പ്രസിഡന്റിനെയും യു എന്ന് സംബോധന ചെയ്യാം. അപ്പോൾ നീ എന്നല്ല അതിൻ്റെ അർത്ഥം. ആണോ? മാതാപിതാക്കളെ നീ എന്ന് നമ്മൾ സംബോധന ചെയ്യുമോ? സംബോധന ചെയ്തു നോക്കിയോ? ഒന്നേ സംബോധന ചെയ്യേണ്ടി വരൂ. അതിനൊക്കെ ഒരു മര്യാദയില്ലേ? മനസ്സിലായോ? നമ്മുടെ മലയാളം വാക്കിൽ നമ്മൾ അതിന് വ്യത്യസ്ത പദങ്ങളുണ്ട്. നാം ബഹുമാനിക്കുന്ന ആൾക്കാരെ നമ്മൾ പ്രത്യേകം സംബോധന ചെയ്യേണ്ടത് നീ എന്നല്ല, നിങ്ങൾ എന്നുമല്ല. ഒരുപക്ഷെ നമ്മൾ അല്പം കൂടെ നല്ല സഭ്യമായ പദങ്ങൾ ഉപയോഗിക്കണം. കർത്താവേ, അങ്ങയോട്, അവിടുത്തേക്ക്, അങ്ങയുടെ. ഒരു കാര്യം ഓർത്തണം കേട്ടോ, മലയാള ഭാഷ ഇത്ര വളരാതെ മലയാളികളല്ലാത്തവർ തർജ്ജമ ചെയ്ത പുസ്തകമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അവർക്ക് പറ്റിയ സ്ഖലിതം ഇന്നും ദൈവസഭ കൊണ്ട് നടക്കണോ? കൊണ്ട് നടക്കണോ? നമ്മുടെ ഭാഷയിൽ ദൈവത്തെ നീ എന്നുള്ള സംബോധന അവസാനിപ്പിക്കേ. മലയാള ഭാഷ വളർന്നില്ലേ? നമുക്ക് സംസ്കാരമില്ലേ? ഇനിയെങ്കിലും അങ്ങനെയുള്ള ഭാഷയൊന്ന് മാറ്റി വെച്ചിട്ട് പ്രാർത്ഥിച്ച് പഠിച്ചേ. പൊതുജനം കേൾക്കുന്നു നമ്മുടെ പ്രാർത്ഥന. കർത്താവേ, അങ്ങിന്ന് രാത്രി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞേ. കർത്താവേ, അവിടുത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറ. അങ്ങയുടെ എന്ന് പറ, അവിടുത്തേക്കെന്ന് പറ, അങ്ങയോടെന്ന് പറ. ഇതല്ലേ സഭ്യമായ ഭാഷ? പഠിച്ചു വന്നത് മാറ്റാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ പഠിച്ചത് തെറ്റാണെങ്കിൽ നിങ്ങൾ അത് നിസ്തർക്കം മാറ്റിയേ പറ്റൂ. ഞാൻ ബുദ്ധി ഉപദേശിക്കട്ടെ, നമ്മുടെ ശൈലി ഒന്ന് മാറ്റി തുടങ്ങിയാട്ടെ. ഞാൻ വളരെ നിർബന്ധിക്കാറുണ്ട്, പലയിടത്തും നിർബന്ധിക്കാറുണ്ട്. എൻ്റെ എഴുത്തിലും എൻ്റെ സംസാരത്തിലും ഞാൻ പുലർത്തുന്നത് ദൈവത്തെക്കുറിച്ചുള്ള സംബോധനയിൽ സംപൂജ്യ വചനങ്ങളെ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ഞാൻ വളരെ ശ്രമിക്കുന്നുണ്ട്. കാരണം ദൈവത്തെ വിളിക്കേണ്ടത് ബുദ്ധിയോടെ നമ്മൾ വിളിക്കണം. പറഞ്ഞ മനസ്സിലായോ? ബുദ്ധിയോടെ പ്രാർത്ഥിക്കണം. പൊതു സദസ്സുകളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ബുദ്ധിയോടെ പ്രാർത്ഥിക്കണം. എന്നാൽ ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ ഏകാന്ത പ്രാർത്ഥനകളിലും നിങ്ങളുടെ രഹസ്യ പ്രാർത്ഥനകളിലും ബുദ്ധി നമ്മുടെ പ്രാർത്ഥനയെ നയിക്കാതെ നാം ഒരു കാര്യം ചെയ്യണം. ആത്മാവിന് നമ്മുടെ നാവ് വിട്ടുകൊടുത്ത് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറുള്ളവർ എത്ര പേരുണ്ട്? ആത്മനിറവിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറുള്ളവർ എത്ര പേരുണ്ട്? പഴയകാല ദൈവദാസന്മാർ, പിതാക്കന്മാർ പഠിപ്പിച്ച പഠന ഉപദേശത്തിലേക്ക് ഇന്ന് രാത്രി സഭയൊന്ന് മടങ്ങി വരട്ടെ. ആത്മനിറവിൽ പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം ഒന്ന് വർദ്ധിക്കട്ടെ.
ശ്രദ്ധിച്ചോണം കേട്ടോ. നമ്മുടെ രഹസ്യ പ്രാർത്ഥനകളിൽ, ഏകാന്ത പ്രാർത്ഥനകളിൽ ബുദ്ധി നമ്മുടെ പ്രാർത്ഥനയെ നയിക്കണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അറിയാമോ? പ്രാർത്ഥന ആത്മാവിനങ്ങോട്ട് വിട്ടുകൊടുക്കണം. ആത്മാവ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച്, ആത്മാവ് നമ്മുടെ നാവിനെ നിയന്ത്രിച്ച് നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന്റെ ആത്മാവിന് ഹൃദ്യമായ നിലയിൽ ദൈവസന്നിധിയിൽ കഴിക്കുവാൻ നമ്മളെ ഒന്ന് വിട്ടുകൊടുത്ത്, നിങ്ങൾ അറിയാത്ത 100 കൂട്ടം കാര്യങ്ങൾ ദൈവസന്നിധിയിൽ പക്ഷപാതമണയ്ക്കുവാൻ ദൈവം അത് മുഖാന്തരം കാരണമാക്കി തരും. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ രാത്രിയിലെ സബ്ജക്റ്റ് ഇതാണ്, pray in the spirit. രാത്രി നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ സന്ദേശത്തിൻ്റെ രത്നച്ചുരുക്കം എഴുതണമെന്നുണ്ടെങ്കിൽ അതിനൊരു ടൈറ്റിൽ ഞാൻ തരാം, ഈ പ്രേ ഇൻ ദ സ്പിരിറ്റ്, പ്രേ ഇൻ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. എത്ര പേര് ഈ ഉപദേശം പഴയകാല പിതാക്കന്മാർ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചു, പക്ഷേ ഇന്ന് ഈ ഉപദേശം കേൾക്കുന്നില്ല. ഇന്ന് പലയിടത്തും ബുദ്ധിയുടെ പ്രമാണം നടക്കുന്നത് കൊണ്ട് പ്രാർത്ഥന പോലും ഇപ്പോൾ നയിക്കുന്നത് നമ്മുടെ ബുദ്ധിയല്ലേ. ഇന്ന് രാത്രി ദൈവജനം ഒന്ന് മടങ്ങി വരട്ടെ, ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ, ആത്മനിറവിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണ്ടേ. ഇതേ വേദപുസ്തകത്തിലെ ഒറ്റപ്പെട്ട ഒരു ഉപദേശം കോട്ടയത്ത് നിന്നും ജോയ്സി കൊണ്ടുവന്നതല്ല. കാരണം യൂദ 20 വായിക്കേ, യൂദ 20 പെട്ടെന്ന് വായിച്ചേ പ്ലീസ്. അതൊക്കെ വായിക്കണം, പ്രാർത്ഥിക്കണ്ടേ. ഇത് ഒറ്റപ്പെട്ട ഒരു ഉപദേശം കൊണ്ടിരിക്കുക അല്ല. ഞാൻ വേദപുസ്തകത്തിൽ മറ്റൊരു കുറിവാക്യം കൂടെ ഞങ്ങൾക്ക് തരികയാണ്. When you pray, try to pray in the Holy Spirit. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ആത്മനിറവിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ആത്മനിറവിലൊന്ന് പ്രാർത്ഥിച്ചേ. പോരാ, ഒന്നുകൂടെ തരാം. എഫേസ്യർ 6:18. ആ ആ ആ ആ എങ്ങനെ പ്രാർത്ഥിക്കണം? ആത്മാവിൽ പ്രാർത്ഥിക്കണം. യു പ്രേ ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ. ഏതു നേരത്തും ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇത്തരം ഉപദേശങ്ങളൊക്കെ കേട്ട് വളർന്നവരാ ഞങ്ങൾ. ഇന്ന് ഇത്തരം ഉപദേശങ്ങൾ ദൈവസഭയിൽ കേൾക്കാനില്ല. പ്രാർത്ഥന ഇന്ന് നയിക്കുന്ന നമ്മുടെ ബുദ്ധിയാ. ഞാൻ പറഞ്ഞു, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കേണ്ട സന്ദർഭങ്ങളുണ്ട്, അപ്പോൾ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുക. എന്നാൽ നമ്മളുടെ ഏകാന്ത പ്രാർത്ഥനകളിലും രഹസ്യ പ്രാർത്ഥനകൾ രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ സഹോദര, ഇന്ന് രാത്രി വാത്സല്യ സഹോദരി, ഞാനൊരു കാര്യം പറയട്ടെ. ബുദ്ധിയുടെ പ്രമാണവും ഉച്ചാരണവും അങ്ങ് വിട്ടുകളഞ്ഞ് നിന്റെ നാവിനെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുകൊടുക്ക്. നീ അറിയാത്ത അനേക വിഷയങ്ങൾ ആത്മനിറവിൽ പ്രാർത്ഥിക്കാനായിട്ടിടയായി തീരും. ഇന്ന് രാത്രി അങ്ങനെ പ്രാർത്ഥിക്കുവാൻ തീരുമാനമെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആത്മാവിന് പ്രാർത്ഥനയൊന്ന് വിട്ടുകൊണ്ട് അങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ ഗുണം എന്താ? അതാ നമ്മൾ മുമ്പേ വായിച്ചത് 1 കൊരിന്ത്യർ 14:14. ഒന്നുകൂടെ ഒന്ന് വായിച്ചേ, 1 കൊരിന്ത്യർ 14:14. അങ്ങനെ പ്രാർത്ഥിച്ചാലുള്ള ഗുണം എന്താ? അന്യഭാഷയിൽ ഞാൻ പ്രാർത്ഥിക്കതേ. ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ, ആത്മനിറവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവ് ആത്മാവിന് വിട്ടുകൊടുക്കുക. ആത്മാവിന് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവ് ഉച്ചരിക്കാൻ തരുന്ന ഭാഷയിലേക്ക് നാം പ്രാർത്ഥന കൈമാറിക്കൊടുക്കുക. നമ്മൾ അക്ഷരാർത്ഥത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ആരാധിക്കുമ്പോൾ മാത്രം അന്യഭാഷ പറഞ്ഞാൽ പോരാ കേട്ടോ. പ്രാർത്ഥന അനുഭവമുള്ള ദൈവമക്കൾക്ക് ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകും. നിങ്ങളുടെ ബുദ്ധി അങ്ങ് മാറിയിരിക്കട്ടെ. നിങ്ങളുടെ നാവിനെ പരിശുദ്ധാത്മാവിനൊന്ന് വിട്ടുകൊടുത്തേ. ആത്മാവ് നിങ്ങളുടെ നാവിലൂടെ അന്യഭാഷയിലൂടെ അനേക വിഷയങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ ബുദ്ധിയോ, അപ്പൊ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ നമ്മുടെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവുമായി ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. പറഞ്ഞ മനസ്സിലായോ? അതെ, ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് മനുഷ്യാത്മാവിൻ്റെ കൂട്ടുചേർന്ന് ദൈവത്തോട് പ്രാർത്ഥന തുടങ്ങും. ഇന്ന് രാത്രി ഞാൻ അതോർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രാർത്ഥനാനുഭവം വളർത്തിയെടുത്തിട്ടുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി അങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. അങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്താ പറഞ്ഞത്? എൻ്റെ ബുദ്ധി കണ്ടോ
നമ്മുടെ ബുദ്ധി അഫലമായിരിക്കും. ആരാ പിന്നെ പ്രാർത്ഥിക്കുന്നത്? ആത്മാവ് പ്രാർത്ഥിക്കും. നമ്മുടെ ഈ ബുദ്ധിക്ക് എന്തറിയാം? നമുക്കെന്നാ ബുദ്ധി കൊണ്ടെന്നാണ് ഈ പറയുന്നേ? ഞാനൊന്ന് ചോദിക്കട്ടെ. ഞാൻ ഈ യോഗം കഴിഞ്ഞ് ഇവിടുന്ന് തിരിച്ചു മടങ്ങിച്ചെന്ന് രാത്രിയിൽ അത്താഴമുണ്ടിട്ട് കിടന്നുറങ്ങും എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ ധൈര്യമുള്ളവരുണ്ട് എന്ന് എഴുന്നേറ്റേ. പറ. ഐ ചലഞ്ച് യു വിത്ത് എ സ്മൈൽ. ഞാനൊരു പുഞ്ചിരിയോടെ നിങ്ങളെ വെല്ലുവിളിക്കുക. ഒന്ന് കേൾക്കട്ടെ. ഈ യോഗം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് അത്താഴമുണ്ടിട്ട് കിടന്നുറങ്ങും എന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയുന്നവർ ഒന്ന് എഴുന്നേറ്റ് വന്നേ. എന്നാ ആരും എഴുന്നേക്കാത്തേ? എന്താ നമ്മൾ എഴുന്നേക്കാത്തത്? ധൈര്യമില്ലാഞ്ഞിട്ടല്ല, നമുക്കൊരു ഉറപ്പുമില്ല. ഇന്ന് രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമെന്നോ അത്താഴം ഉണ്ണുമെന്നോ ആരു കണ്ടു? ഒരുപക്ഷെ അതിനകം നമ്മുടെ മരണം നമ്മളെ മുട്ടി വിളിച്ചാൽ നമുക്കിന്ന് രാത്രി അത്താഴം ഉണ്ണാൻ കഴിയുമോ? നമുക്കറിഞ്ഞുകൂടാ. ദൈവം നമ്പുരാൻ നടത്തുന്നു എന്നല്ലാതെ നമുക്കൊന്നും അറിഞ്ഞുകൂടാ. പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് ഉത്തരക്ഷണത്തിൽ, അടുത്ത ക്ഷണത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാമോ? എന്തിനാ വണ്ടി ഇടിക്കുന്നേ? ഇപ്പോഴത്തെ ട്രെൻഡ് ഇതൊന്നുമല്ല, കുഴഞ്ഞു വീണ് ചാകുക എന്നാ. പുതിയ ഫാഷൻ മരണം. നിൽക്കുന്ന നിപ്പിൽ കുഴഞ്ഞു വീഴുക. എത്ര ആളുകളാണെന്നറിയാമോ? പ്രസംഗപീഠത്തിൽ എത്ര ദൈവദാസന്മാർ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു. വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു. മനസ്സിലായോ? മനസ്സിലായോ കുഞ്ഞെ? എന്താ നമ്മൾ ഈ ഒരു വീർപ്പ് ശ്വാസത്തിൻ്റെ പച്ചയിലല്ലേ ഈ നിൽക്കുന്നത്? ഉത്തരക്ഷണം എന്ത് സംഭവിക്കുമെന്ന് ആരു കണ്ടു? നമുക്ക് അടുത്ത ക്ഷണം എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ പോലുമുള്ള ബുദ്ധിയില്ലെങ്കിൽ ഇന്ന് രാത്രി ബുദ്ധിയുടെ പ്രമാണം അങ്ങ് വിട്ടേ. പക്ഷേ അടുത്ത നിമിഷം മാത്രമല്ല, നിത്യത വരെ എന്ത് സംഭവിക്കുമെന്ന് അറിയാവുന്ന ഒരാളെ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാ. ഇന്ന് രാത്രി ആത്മാവിന് പ്രാർത്ഥനയൊന്ന് വിട്ടുകൊടേ. ആത്മാവിന് പ്രാർത്ഥനയൊന്ന് വിട്ടുകൊടേ. അടുത്ത ക്ഷണം എന്ത് സംഭവിക്കുമെന്ന് ദൈവാത്മാവ് അറിയുന്നു. പ്രാർത്ഥന അങ്ങോട്ട് വിട്ടുകൊടേ. എനിക്കറിയാം ഇന്ന് രാത്രി ഭാവിയെക്കുറിച്ചുള്ള സന്ദേഹത്തോടെ ആ പ്രാർത്ഥനയ്ക്ക് വന്ന പലരുമുണ്ട്. കർത്താവേ, എൻ്റെ കണ്ണൊന്നടഞ്ഞാൽ, എനിക്കെന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ എൻ്റെ തലമുറയ്ക്ക് ആരുണ്ട് എന്ന് പലപ്പോഴും പദം പറഞ്ഞ് കരയുന്ന നിന്നോട് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, കുഞ്ഞെ, നിന്റെ കണ്ണടഞ്ഞാലും നിന്റെ തലമുറയെ നയിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ആ ദൈവാത്മാവ് വിളിച്ചു പറയുക, പ്രാർത്ഥന ആത്മാവിനൊന്ന് വിട്ടുകൊട്. ആത്മനിറവിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങ്. ആത്മനിറവിലെ വിഷയങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഹല്ലേലൂയ. ഉണ്ടോ? ആത്മാവിനറിയാം എന്തൊക്കെ സംഭവിക്കുമെന്ന്. അതുകൊണ്ട് ആത്മാവ് എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് തീരുമാനിച്ചോളും നമ്മുടെ നാവിനെ കൊണ്ട്. എനിക്കത് പറഞ്ഞു പോകാൻ നേരമില്ല, സമയത്തിൻ്റെ പരിമിതിയുണ്ട്. ഇനി അങ്ങനെ ആത്മനിറവിൽ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവാത്മാവ് ചെയ്യുന്ന 3 കാര്യങ്ങൾ, അതാ ഞാൻ ഈ വായിച്ച വാക്യത്തിലുള്ളത്. ഒന്നുകൂടെ പറയാം. ആത്മനിറവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ആത്മാവ് ചെയ്യുന്ന 3 കാര്യങ്ങൾ. ശ്രദ്ധിക്കണേ. തിരുവനന്തപുരം PMG ചർച്ചിലെ എല്ലാവരുടെയും കാര്യം ഞാൻ പറഞ്ഞില്ല, എനിക്കതിന് നിയോഗവും ഇല്ല. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഓർപ്പിച്ചത്, കുഞ്ഞ, നീ ആത്മനിറവിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിനക്ക് ആത്മാവ് ചെയ്യാൻ പോകുന്ന 3 കാര്യമാണ്. എല്ലാവരുടെയും കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? നീ ആത്മനിറവിൽ പ്രാർത്ഥിക്കുന്ന ദൈവപൈതലാണോ? ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവപൈതലാണോ? ആത്മാവിന് നിന്റെ നാവ് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുന്ന ദൈവപൈതലാണോ? ആണെങ്കിൽ ദൈവാത്മാവ് നിനക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുവാൻ വിശ്വസ്തനായ ദൈവമാകയാൽ ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പറഞ്ഞു പോകാനുള്ള സമയമില്ലല്ലോ. ഒന്ന് കേൾക്കണോ? ശ്രദ്ധിച്ചോ? നമ്മൾ വായിച്ച 1-ാമത്തെ വാക്യം ഒന്നുകൊണ്ട് വായിച്ചേ. ആത്മാവ് ചെയ്യുന്നൊരു കാര്യം. ഒന്ന് കുറിച്ചിടുന്നവർ കുറിച്ചിട്.
ആത്മനിറവിൽ ഒരാൾ പ്രാർത്ഥിച്ചാൽ ആത്മാവ് അവരുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. മനസ്സിലായോ? He helps your infirmities. The Holy Spirit helps your infirmities. പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കും. ആരുടെ? ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരുടെ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എല്ലാവരുടെയും കാര്യം പറയാൻ നേരമില്ല. അതിന് നിയോഗം ദൈവാത്മാവ് ഇന്ന് രാത്രി എനിക്ക് തന്നിട്ടില്ല. കുഞ്ഞൻ, നീ ആത്മനിറവിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. ആത്മാവ് നിന്റെ ബലഹീനതയ്ക്ക്. ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ടെ. ഞാൻ ദൈവാത്മാവ് ചെയ്യുന്ന 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞു. ഈ 3 കാര്യങ്ങളും അതിൽ ഒന്നാമത്തെ കാര്യമായി ഇത് വെച്ചോണ്ടൊരു കാര്യം പറയാം. നമ്മൾ വായിച്ചില്ലേ, തുണ നിൽക്കുന്നു എന്നല്ലേ എഴുതിയിരിക്കുന്നേ, അല്ലേ? തുണ നിൽക്കുന്നു. മലയാളത്തിൽ അങ്ങനെയൊക്കെ എഴുതാൻ പറ്റൂ. ഗ്രീക്ക് ഭാഷ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കുറേ പദങ്ങൾ എടുത്ത് നമ്മൾ അർത്ഥം പഠിച്ചാൽ മാത്രം പോരാ. മറ്റേതൊരു ഭാഷയ്ക്കും ഉള്ളതുപോലെ ഗ്രീക്ക് ഭാഷയ്ക്കും വ്യാകരണം ഉണ്ട് കേട്ടോ, ഗ്രാമറുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് ഭാഷയ്ക്കും മലയാളം ഭാഷയുടെയും വ്യാകരണാദികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം അതിനകത്ത് കാലമുണ്ട്, സ്ട്രക്ചറുണ്ട്, സൈൻടാക്സ് ഉണ്ട്, അല്ലേ? ശരിയല്ലേ? ടെൻസ് ഉണ്ട്, വോയിസ് ഉണ്ട്, സ്പീച്ച് ഉണ്ട്, കൺസ്ട്രക്ഷൻ ഉണ്ട്. ഇതെല്ലാം ഗ്രാമർ പഠിക്കുന്ന ഗ്രാമറാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നതുകൊണ്ടായി പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഭാഷയിലുണ്ട്. ഇതുപോലെ ഗ്രീക്ക് ഭാഷയ്ക്കും വ്യാകരണമുണ്ട്. അതിന് ടെൻസ് ഉണ്ട്, വോയിസ് ഉണ്ട്, കൺസ്ട്രക്ഷൻ ഉണ്ട്, സൈൻടാക്സ് ഉണ്ട്. ഇത് ഗ്രീക്ക് ഭാഷയ്ക്കും ഉണ്ട്. ഗ്രീക്ക് ഭാഷയിലാണ് പൗലോസ് എഴുതി വെച്ചത്. നിങ്ങൾ ശ്രദ്ധിക്കണം. തുണ നിൽക്കുന്നു എന്നവിടെ എഴുതി വച്ചിരിക്കുന്ന ടെൻസ്, കാലം, കാലഗണന, മൂലഭാഷയിൽ അതെഴുതിയിരിക്കുന്നത് വർത്തമാനകാലം, സാമാന്യ വർത്തമാനകാലത്തിലാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. നിങ്ങളൊരു കാര്യം പറയാനാണ് ഇത് പറഞ്ഞു തരുന്നത് കേട്ടോ. അല്ലാതെ ഗ്രീക്ക് ഭാഷ പഠിപ്പിക്കുക എൻ്റെ ഉദ്ദേശമല്ല. സിമ്പിൾ പ്രസൻറ്റിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. സിമ്പിൾ പ്രസൻറ്റിൽ നമ്മൾ പറയുന്നത് സൂര്യൻ കിഴക്കുദിക്കുന്നു എന്ന് പറഞ്ഞാൽ സൂര്യൻ എപ്പോഴും കിഴക്കേ ഉദിക്കൂ, അങ്ങനെ ഉദിക്കുന്നു എന്നൊരു സാമാന്യ കാലം അങ്ങ് പറയുക. എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് സാമാന്യ വർത്തമാനകാലത്തിലാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും അതിൻ്റെ എഫക്റ്റ് അഥവാ അർത്ഥം കണ്ടിന്യൂസ് ടെൻസിൽ പറയണമെന്നാണ് വ്യവസ്ഥ. പറഞ്ഞ് മനസ്സിലായോ? കണ്ടിന്യൂസ് ടെൻസിൽ അർത്ഥം വരുമെന്നാണ് അതിൻ്റെ നിയമം. പറഞ്ഞ് മനസ്സിലായോ? കർത്താവിൻ്റെ ദാസനോട് പിന്നത്തേതിൽ നിങ്ങളത് ചോദിച്ചാൽ മതി. സെമിനാരികളിൽ ഞങ്ങളൊക്കെ ഇത് പഠിച്ചവരാ, അതുകൊണ്ടായി പറയുന്നത് കേട്ടോ. ഗ്രീക്കിൻ്റെ ഗാംഭീര്യമൊന്നും പറയാനല്ല, നിങ്ങൾക്കൊരു ദൂത് തരാനുണ്ട് അതിനകത്ത്. അത് കണ്ടിന്യൂസ് ടെൻസിൽ പറയണം. കണ്ടിന്യൂസ് ടെൻസിൽ പറയുക. ദേ ഞാൻ പറയുക, കണ്ടിന്യൂസ് ടെൻസിൽ നിങ്ങൾ പറയുക എന്ന് വെച്ചോ. ദേ ആൺകുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതാണല്ലോ നമ്മൾ കണ്ടിന്യൂസ് ടെൻസിൽ. ദ ബോയ് ഈസ് റണ്ണിങ് എന്ന് പറയുക എന്ന് വെച്ചോ. ദ ബോയ് റൺസ് എന്ന് പറയുന്നതിനേക്കാൾ വ്യത്യാസമാണ് ദ ബോയ് ഈസ് റണ്ണിങ്. ദ ബോയ് ഈസ് റണ്ണിങ്. ആൺകുട്ടി ഓടിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുന്ന സമയത്ത്, നമ്മൾ പറയുന്ന സമയത്ത് ആൺകുട്ടി ഓടിക്കൊണ്ടേയിരിക്കണം. എപ്പം തുടങ്ങിയതെന്ന് നമുക്ക് പ്രശ്നമല്ല, എപ്പം തീരുന്നെന്ന് വിഷയമല്ല, നമ്മൾ പറയുന്ന സമയത്ത് ഓടിക്കൊണ്ടേയിരിക്കണം, അല്ലേ? ശരിയല്ലേ? ഇതാ കണ്ടിന്യൂസ് ടെൻസ്. ആ ടെൻസിൽ ഇത് പറയണമെന്നാ വ്യവസ്ഥ. ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നല്ല. പറഞ്ഞേ, ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിന്നുകൊണ്ടേയിരിക്കുന്നു. തുണ നിന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആർക്ക് കുഞ്ഞൻ, നീ എപ്പോഴൊക്കെ ആത്മനിറവിൽ പ്രാർത്ഥിക്കുന്നുവോ അപ്പോഴൊക്കെ ആത്മാവ് നിന്റെ ബലഹീനതയ്ക്ക് തുണ നിന്നുകൊണ്ടേയിരിക്കുന്നു ഇന്ന് രാത്രി. അതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്.
പറഞ്ഞ മനസ്സിലായോ? നീ ഇന്നലെയും പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നെങ്കിൽ, ഇന്നും ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നാളെയും ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ഭാരപ്പെടണ്ട. ആത്മാവ് നിന്റെ ബലഹീനതയ്ക്ക് തുണ നിന്നുകൊണ്ടേയിരിക്കും. ഇന്ന് രാത്രി അതോർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യ്. അതുകൊണ്ട് ഇന്നും പ്രാർത്ഥിക്ക്, നാളെയും പ്രാർത്ഥിക്ക്, അടുത്ത ദിവസവും പ്രാർത്ഥിക്ക്. ദൈവം തരുന്ന സമയത്തല്ല, ആത്മനിറവിൽ പ്രാർത്ഥിക്ക്. ആത്മാവ് നിന്റെ ബലഹീനതയ്ക്ക് തുണ നിന്നുകൊണ്ടേയിരിക്കും. Which is going on at the time of speaking. നാം പറയുന്ന സമയത്ത് പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, നാം ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആത്മാവ് ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. പറഞ്ഞ് മനസ്സിലായോ? കുഞ്ഞെ ഭാരപ്പെടരുത്. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, എൻ്റെ കണ്ണൊന്നടഞ്ഞാൽ എൻ്റെ തലമുറയ്ക്ക് എന്താകുമെന്ന് നീ ചോദിക്കരുത്. അവരും ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ദൈവാത്മാവ് അവർക്ക് വേണ്ടിയും ചെയ്തുകൊണ്ടിരിക്കും. നീ ഭൂമുഖത്തുനിന്ന് മാറിപ്പോയാലും, നിന്റെ അസ്ഥികൂടം പൊടിഞ്ഞു തീർന്നാലും, നിന്റെ തലമുറ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയും ദൈവാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇന്ന് രാത്രി അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യ്, ദൈവത്തെ സ്തുതിക്കല്ലേ. അതുകൊണ്ട് ഈ തലമുറയെ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. നിങ്ങൾ ആത്മനിറവിൽ അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. അവരുടെ കാലഘട്ടത്തിലും ദൈവാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കട്ടെ. ഇന്ന് രാത്രി അങ്ങനെ ചെയ്യുന്നത് മാതാപിതാക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ധൈര്യം ശ്രദ്ധിച്ചേ. തുണ നിൽക്കുക. ആത്മാവ് നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുക എന്നല്ല, തുണ നിന്നുകൊണ്ടേയിരിക്കുക. അർത്ഥം തുണ നിൽക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണേ, ആ വാക്ക് ഗ്രീക്ക് ഭാഷയിൽ സിനാൻറ്റിലംഭനറ്റായ് എന്നാണ്. വേണ്ട, നിങ്ങൾ എഴുതണ്ട, എനിക്ക് എൻ്റെ സമാധാനത്തിന് അങ്ങ് പറഞ്ഞതാണ്. ഞാനതും പറഞ്ഞല്ലോ എന്നേ, പോകുമ്പോൾ എനിക്കൊരു സമാധാനം ഉണ്ടാകുമല്ലോ. അതിന് ഞാനങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇനി അത്യാവശ്യം അറിയാവുന്നവർ എഴുതിക്കോ. സിനാൻറ്റിലംഭനറ്റായ് കേട്ടോ, സിനാൻറ്റിലംഭനറ്റായ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കിട്ടിയില്ലെങ്കിൽ കർത്താവിൻ്റെ ദാസനോട് പിന്നെ ചോദിച്ചാൽ മതി, അദ്ദേഹം അത് പറഞ്ഞു തരും കേട്ടോ. ഞങ്ങൾ സെമിനാരികളിൽ പഠിച്ചവരാ, അപ്പോൾ ഞങ്ങളൊക്കെ പഠിച്ചതായി ഇതൊക്കെ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ. ദൈവവചനം പഠിക്കാനുള്ളതല്ലേ. സിനാൻറ്റിലംഭനറ്റായ്, ആ പദത്തിൻ്റെ അർത്ഥം അതാ. പക്ഷേ ആ അർത്ഥം പദവേ ഇവിടെ ആത്മാവ് താനും നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു അല്ലേ. ഇവിടെ തർജ്ജമ ചെയ്തിരിക്കുന്നത് തുണ നിൽക്കുന്നു എന്നാ. ഇംഗ്ലീഷിൽ ഹെൽപ്സ് എന്നാ. തുണ നിൽക്കുന്നു പറഞ്ഞ് മനസ്സിലായി? അല്ല, തുണ നിന്നുകൊണ്ടേ ഇരിക്കുന്നു. ഈ പദം മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ വളരെ സവിശേഷമായൊരു പദമാണ്. സിനാൻറ്റിലംഭനറ്റായ് എന്ന് പറഞ്ഞ പദം വളരെ സവിശേഷമായൊരു പദമാണ്. ഇവിടെ അല്ലാതെ പുതിയ നിയമത്തിൽ മറ്റൊരിടത്തൂടെ ഈ പദമുള്ളൂ. ഞാൻ പകൽ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. ഇവിടെയല്ലാതെ മറ്റൊരിടത്തും കൂടെ മാത്രമേ ഈ പദമുള്ളൂ. സിനാൻറ്റിലംഭനറ്റായ്. മൂന്നാമതൊരിടത്ത് നിങ്ങൾ തപ്പിയാൽ തിരഞ്ഞാൽ ഈ വാക്ക് ഗ്രീക്ക് ബൈബിളിലില്ല. മലയാളത്തിലെല്ലാം കുഴപ്പിച്ചിട്ടേക്കുക കേട്ടോ. മലയാളം തർജ്ജമ ചെയ്തവരൊന്നും അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണോ, ഇവിടെ അല്ലാതെ ഒരിടത്തൂടെ ഉണ്ട്. അതൊന്നും കണ്ടേ, അപ്പോൾ ഇത് മനസ്സിലാകും. ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നെടുത്തേ, 10-ാം അധ്യായം ഒന്നെടുത്തേ, 40-ാമത്തെ വാക്യം ഒന്നെടുത്തേ. അവിടെ ഈ പദം കിടപ്പുണ്ട്. സിനാൻറ്റിലംഭനറ്റായ് എന്ന് പറഞ്ഞ പദം അവിടെ കിടപ്പുണ്ട്. എടുത്ത് വായിച്ചേ. അടുക്ക വന്നു. എന്നെ സഹായിപ്പാൻ. കേട്ടോ കർത്താവ് മാർത്തയുടെയും മറിയുടെയും വീട്ടിൽ ചെന്നു. മാർത്ത പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുക. മറിയ കർത്താവിൻ്റെ കൽക്കലിരുന്ന് വചനം പഠിക്കുന്നു. മാർത്ത ശുശ്രൂഷയാൽ വളരെ കുഴങ്ങി കർത്താവിൻ്റെ അടുക്ക ചെന്നൊരു കംപ്ലൈൻറ്റ് പറയുക, ഒരു പരാതി പറയുക. കർത്താവേ, എൻ്റെ സഹോദരി എന്നെ ശുശ്രൂഷയ്ക്ക് തനിയെ വിട്ടേക്കുക. അതുകൊണ്ട് നീ അവളോടൊന്ന് പറയണം, അവൾ എന്നെ ഒന്ന്, ആ പദം സഹായിക്കുക. കണ്ടോ സഹായിക്കുക. സിനാൻറ്റിലംഭനറ്റായ്. ഇപ്പം ഇവിടെ സഹായിക്കുക എന്നാണെങ്കിൽ റോമാലേഖനത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? തുണ നിൽക്കുക. കണ്ടോ, രണ്ടായിട്ട് എഴുതിയത്. തർജ്ജമകാരന്മാർ പറ്റിച്ചൊരു പണിയാണ് അത്. ദൈവാത്മാവ് ഉദ്ദേശിച്ച കാര്യം നമുക്ക് കിട്ടരുതെന്ന് ആർക്കോ നിർബന്ധമുള്ളതുപോലെ. ഇതുകൊണ്ടാണ് ഈ മൂലഭാഷയിലേക്ക് ദൈവദാസന്മാർ ഇറങ്ങേണ്ടി വരുന്നത്. മനസ്സിലായോ? സഹായിക്കുക അഥവാ തുണ നിൽക്കുക.
ഈ രണ്ടർത്ഥമാണ് രണ്ടിടത്തും മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒറ്റപ്പദമാണ് ഗ്രീക്കിൽ, സിനാൻറ്റി ലംഭനറ്റായ്. ഇനി ഇങ്ങനെ പറഞ്ഞാലും ഈ അർത്ഥം വെളിപ്പെട്ട് വരുന്നില്ല. നിങ്ങൾക്കറിയാം, നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയേക്കാൾ, മലയാളം ഭാഷയേക്കാൾ, ഹിന്ദിയേക്കാൾ ഗ്രീക്ക് ഭാഷ വളരെ പിക്ചറസ്കായ ഒരു വാക്കാണ് കേട്ടോ, ഒരു ഭാഷയാണ്. എന്ന് പറഞ്ഞാൽ ചിത്രീകരണാത്മകമായ നിരവധി പദങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അങ്ങനൊരു വാക്കായി സിനാൻറ്റി ലംഭനറ്റായ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഒരു ചിത്രമാണ്. ഏത് ചിത്രമാണെന്നറിയാമോ? ഞാനൊരു ചിത്രം വരയ്ക്കാം കേട്ടോ. കളറും ബ്രഷും എൻ്റെ കയ്യിലില്ല, പക്ഷേ നാക്ക് എൻ്റെ കയ്യിലുണ്ട്. നാക്ക് കൊണ്ടും വാക്കുകൊണ്ടും ഞാനൊരു പടം വരയ്ക്കുക. ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു മനുഷ്യനെ ഒരു വലിയ ചുമട് എടുക്കാൻ തുടങ്ങുക. ഒരു വലിയ ചുമട് എടുക്കാൻ തുടങ്ങുക. ചിത്രം കണ്ടോ? ഈ ചുമട് അവൻ്റെ തലയിലൊന്ന് ഏറ്റി ഇവന് നടന്നു പോകണം. അതിന് അവൻ ആ ചുമട് പലവട്ടം തലയിലേറ്റാൻ ശ്രമിക്കുമ്പോൾ, ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ ബാലൻസ് തെറ്റി താഴെ പോവുക, പിന്നെ താഴെ വീഴും. അവനെടുക്കാനാവാത്ത ഭാരം ആ ചുമടിനുണ്ട്. ഒരു തരത്തിലും അത് തലയിൽ പിടിച്ചേറ്റാനാവാതെ അവൻ ക്ഷീണിച്ച് ചില മിനിറ്റുകൾ പലവട്ടം അവൻ അധ്വാനിച്ചിട്ടും പറ്റാതെ വന്നപ്പോൾ വിയർത്ത് കുളിച്ച് ക്ഷീണിച്ച് തലയ്ക്ക് കൈകൊടുത്ത് ഈ ചുമടിന് മുൻപിൽ ഇതികർത്തവ്യ മൂഢനായി നിൽക്കുമ്പോൾ അരോഗദൃഢ ഗാത്രനായൊരു മനുഷ്യൻ ഇത് കണ്ടോണ്ടങ്ങോട്ട് ചെന്നിട്ട് ഈ ചുമടിൻ്റെ മറുവശം അവൻ കൈകൊടുത്ത് നിഷ്പ്രയാസം ഈ മനുഷ്യൻ്റെ തലയിൽ ഏറ്റിക്കൊടുത്താൽ അതിന് വിളിക്കുന്ന പേരാണ് സിനാൻറ്റി ലംഭനറ്റായ്, തുണ നീക്കുക. ആശയം പിടികിട്ടിയോ? ചിത്രം കണ്ടോ? ദൂത് വരുന്നു, നിനക്കുള്ള ദൂത് വരുന്നു. പറഞ്ഞ മനസ്സിലായോ? ഒരു ചുമട് എടുക്കാനാവാതെ പല വട്ടം ബാലൻസ് തെറ്റി എടുക്കാൻ കഴിയുകയില്ലെന്ന് വിചാരിച്ച് ഭാരത്തോടെ നിൽക്കുമ്പോൾ ആരോഗ്യപൂർണനായൊരു മനുഷ്യൻ ഇറങ്ങി വന്നിട്ട് ആ ചുമട് നിസാരമായി എടുത്ത് അവൻ്റെ തലയിൽ ഏറ്റിക്കൊടുക്കുന്ന പ്രക്രിയയ്ക്ക് വിളിക്കുന്ന പേരാണ് തുണ നിൽക്കുക. ഇനി ദൂത് പറയാം കുഞ്ഞെ. കഴിഞ്ഞ നാളുകളിൽ ജീവിതത്തിൽ എടുക്കാനാവാത്ത ചില ഉത്തരവാദിത്വങ്ങളുടെയും ഭാരങ്ങളുടെയും മുൻപിൽ എന്തു ചെയ്യേണ്ടു എന്നറിയാതെ നീ കുഴങ്ങി നിൽക്കുമ്പോൾ ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങ്. ദൈവത്തിന്റെ ആത്മാവ് ചില ചുമടുകൾ ഇന്ന് രാത്രി അതെ കൈയേൽക്കുന്ന രാത്രിയാകയാൽ, ഏറ്റെടുക്കുന്ന രാത്രിയാകയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി അവരെ വിട്ടുകൊടത്, ദൈവത്തിന്റെ ആത്മാവിന് വിട്ടുകൊട, ദൈവാത്മാവിന് വിഷയം വിട്ടുകൊട. Praise the Lord. കുഞ്ഞെ, എത്ര വർഷമായി നിനക്കെടുക്കാനാവാത്ത ചില ഉത്തരവാദിത്തങ്ങൾ, വലിയ ചില ഭാരങ്ങൾ നിനക്ക് തന്നെ ചുമക്കാനാവാതെ നീ വല്ലാതെ ഭാരപ്പെടുന്നുണ്ടല്ലേ? ഇന്ന് രാത്രി വിഷയം ദൈവാത്മാവിന് വിട്ടുകൊണ്ട് ആത്മനിറവിൽ പ്രാർത്ഥിച്ചു തുടങ്ങ്. ദൈവം ഭാരം ഏറ്റെടുക്കുന്ന രാത്രിയാ. ദൈവാത്മാവിന്റെ രാത്രി നിന്റെ വിഷയം ഏറ്റെടുക്കുന്ന രാത്രിയാകയാൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് ചില പ്രവർത്തികൾ ഏറ്റെടുക്കുന്ന രാത്രിയാ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? മാർത്തയെ, നിന്റെ കൂട്ടത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട പലരുമുണ്ട്. ഒരു ആണ്ടരി ആ വീട്ടിൽ ഇല്ലാഞ്ഞിട്ടല്ല. മാർത്തയ്ക്കും മറിയയ്ക്കും ലാസർ എന്നൊരു സഹോദരൻ അവിടെ ഉണ്ട്, പക്ഷേ അവനെ വീട്ടിൽ കാണുന്നില്ല. ഇങ്ങനെയുണ്ട് ചില ആണുങ്ങൾ. ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ചില പുരുഷന്മാർ വളരെ തന്ത്രപൂർവം ഉത്തരവാദിത്തങ്ങളിൽ നിന്നും കൈ കഴുകി ഒഴിഞ്ഞു മാറി ചില സഹോദരിമാരുടെ തലയിലേക്ക് പല ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിച്ചു കൊടുക്കും. കൂടെ നിന്ന് അതിന് പിന്തുണ നൽകേണ്ടവർ പോലും ആത്മീയത്തിൻ്റെ പേര് പറഞ്ഞാണെങ്കിൽ കൂടെ നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ
മാർത്തേ, ഇന്ന് രാത്രി നീ ഭാരപ്പെടരുത്. ഇന്ന് രാത്രി നിന്റെ വിഷയം ആത്മാവ് ഏറ്റെടുക്കുന്ന രാത്രിയാണ്. നിന്റെ ഭാരമേറിയ ചുമടുകൾ ഇന്ന് രാത്രി ആത്മാവ് ഏറ്റെടുക്കുന്ന രാത്രിയാണ്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, മക്കളെ, നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഏതാ? നിങ്ങൾ പഠിക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഏതാ? പറ. ഇന്ന് രാത്രി നിങ്ങളുടെ വിഷയം ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ആത്മാവ് നിങ്ങളുടെ വിഷയം ഏറ്റെടുക്കുന്ന രാത്രിയാ. വാത്സല്യ മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കടിച്ചാൽ പൊട്ടാത്ത ചില വിഷയങ്ങൾ ഏറ്റെടുക്കാനാവാതെ പരീക്ഷയ്ക്ക് മുൻപിൽ അവർ ഭാരത്തോടെ നിൽക്കുമ്പോൾ ഇന്ന് രാത്രി അവർക്ക് വേണ്ടി ആത്മനിറവിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങ്. ആത്മനിറവിൽ അവർക്ക് വേണ്ടി ജാഗരിച്ചു തുടങ്ങ്. ആത്മാവ് ചില വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന രാത്രിയാ. ഹല്ലേലൂയ, പ്രൈസ് അല്ലാഹ്. വാത്സല്യ മാതാവേ, നിന്റെ തലമുറയുടെ വിഷയം ഒരുപക്ഷെ അങ്ങനെയായിത്തീരും. എന്തായിത്തീരും? ആര് സഹായിക്കും? അവർക്ക് വേണ്ടി ആരൊരു ഭാവി ഒരുക്കും എന്ന് നിന്റെ ഹൃദയത്തിൻ്റെ വേദനകൾ ദൈവാത്മാവ് കാണുന്നുണ്ട്. ഇന്ന് രാത്രി ആത്മനിറവിൽ പ്രാർത്ഥിച്ചു തുടങ്ങ്. ആത്മനിറവിൽ പ്രാർത്ഥിച്ചു തുടങ്ങ്. ഈ ഭാരമേറിയ വിഷയം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കയ്യേക്കുന്ന രാത്രിയാകയാ. നിന്റെ ഭാരമേറിയ ചില വിഷയങ്ങൾ ഇന്ന് രാത്രി ആത്മാവ് ഏറ്റെടുക്കുന്ന രാത്രിയാകയാൽ ആത്മനിറവിൽ പ്രാർത്ഥിച്ചു തുടങ്ങണ്ടേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ മർമ്മം അറിഞ്ഞവരായിരുന്നു നമ്മുടെ പിതാക്കന്മാർ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? തല പോകുന്ന വിഷയം വന്നാൽ അവർ ചഞ്ചലിച്ചിട്ടില്ല. ഏത് വിഷയത്തിന് നടുവിലും അവർക്കുണ്ടായിരുന്ന മറുമരുന്ന്, അകത്ത് മുറിയടിച്ച്, ഇതൊന്നുമല്ല പഴയ ചിക്കുപായ, പഴയ പായ അങ്ങോട്ട് വിരിച്ചിട്ടിട്ട് അതിൻ്റെ മൂലയ്ക്കങ്ങോട്ടിരുന്ന് ആത്മനിറവിൽ വിഷയങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കെട്ടുപൊട്ടിയത് കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പിതാക്കന്മാരുടെ കാലത്തെ പോലൊരു നല്ല കാലം മടങ്ങി വരട്ടെ. നീ ആത്മനിറവിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ആത്മനിറവിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. വാത്സല്യ ദൈവമൈതലേ, നിനക്ക് കൈകാര്യം ചെയ്യാനാവാത്ത ചില വിഷയങ്ങൾ ഇന്ന് രാത്രി ആത്മാവിനൊന്ന് വിട്ടുകൊടുക്കണ്ടേ. നിന്റെ ശരീരത്തിലെ ചില വിഷയങ്ങൾ, ഭാവി സംബന്ധമായ ചില വിഷയങ്ങൾ, തൊഴിൽ സംബന്ധമായ ചില വിഷയങ്ങൾ, ശുശ്രൂഷ സംബന്ധമായ വിഷയങ്ങൾ ഇന്ന് രാത്രി ആത്മാവിന് വിട്ടുകൊടുക്കല്ലേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. മക്കളെ, അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ വിഷയങ്ങൾ? ഫിസിക്സ് ആണോ, മാത്സ് ആണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? നിങ്ങൾ ആത്മനിറവിൽ പ്രാർത്ഥിച്ചു. ഇത് അക്ഷരം പ്രതി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അക്ഷരം പ്രതി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ഹല്ലേലൂയ. ആത്മനിറവിൽ പ്രാർത്ഥിച്ച ചിലരുടെ വിഷയം ദൈവത്തിൻ്റെ ആത്മാവ് കയ്യേറ്റ് കഴിഞ്ഞു. ഇന്ന് രാത്രി നീ മടങ്ങിപ്പോകുമ്പോൾ ഈ ഭാരമേറിയ ചുവടുമായി ഇനി നീ മടങ്ങിപ്പോകേണ്ടതില്ല. ചില ഭാരങ്ങളുടെ മുൻപിൽ നീ ഇന്ന് രാത്രി ഇതികർത്തവ്യ മൂഢനായി നിൽക്കേണ്ടി വരികയില്ല. ഇന്ന് രാത്രി ആത്മാവ് നിന്റെ വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു. ആത്മാവ് ചിലത് കയ്യേറ്റു കഴിഞ്ഞു ഇന്ന് രാത്രി. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇനി പറഞ്ഞു പോകാൻ നേരമില്ല. ദൂത് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തരാഞ്ഞിട്ടല്ല, പരിജ്ഞാനത്തോടെ സമയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് അവസാനിപ്പിക്കണം. ഈ ആത്മാവ് താൻ നമ്മുടെ ബലഹീനതയ്ക്ക് എന്തിനാ തുണ നിൽക്കുന്നേ? അതെടുത്ത് ഞാൻ ചോദിച്ചെന്നറിയാവോ? ബലഹീനതകൾക്കല്ല. ചിലരങ്ങനെ ഓർത്തിരിക്കുക. ബലഹീനതകൾ ബഹുവചനമല്ല, ഏകവചനമാ. ബലഹീനതയ്ക്ക്. ശ്രദ്ധിച്ചോണേ. ഞാനങ്ങനെ എടുത്തു പറഞ്ഞ എന്നാന്നറിയാവോ? നമുക്ക് നമ്മുടെ പെന്തിക്കോസ്തുകാർക്കൊരു സ്വന്തം ഭാഷയുണ്ടല്ലോ. നമ്മൾ ബലഹീനതകൾ എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണെന്നറിയാവോ? വാസ്രേ, കഴിഞ്ഞ ആണ്ടുപുറ യോഗം അങ്ങോട്ട് കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഉണ്ടായിരുന്നല്ലോ, ഇല്ലേ? ഉണ്ടായിരുന്നല്ലോ. അന്ന് രാത്രി നമ്മൾ സാക്ഷ്യം പറഞ്ഞല്ലോ. നമ്മളതിന് കാത്തിരിക്കുകയായിരുന്നല്ലോ. ദൈവമക്കളെ, കഴിഞ്ഞ വർഷം എനിക്ക് കൃപയാൽ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ല.
ഈ വരുന്ന വർഷം ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊട്ട് തോന്നുന്നുമില്ല. നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ജീവിതത്തിൽ ചില ബലഹീനതയുണ്ടായെന്ന്. എൻ്റെ ജീവിതത്തിൽ ചില ബലഹീനതകൾ ഉണ്ടായെന്ന് പറഞ്ഞത് അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? പാപം ഉണ്ടായെന്നാണ് ഈ പറയുന്നത്. നമ്മൾ അതിനൊരു പര്യായമാക്കി മാറ്റിയിരിക്കുക. ഈ പാപങ്ങൾ എന്നുള്ളതിന് നമ്മളൊരു പര്യായപദം പെന്തിക്കോസുകാരുണ്ടാക്കിയതാണ്. എന്താ? ബലഹീനതകൾ. അപ്പം പിന്നെ വലിയ ശല്യമില്ലല്ലോ. ഞാൻ കഴിഞ്ഞ വർഷം 3-4 പാപം ചെയ്തേച്ചാ വന്നെന്ന് പറഞ്ഞാൽ നാട്ടുകാരിളകുകയല്ലേ, സഭക്കാർ മൊത്തം ഇളകുകയല്ലേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില ബലഹീനതകൾ ഉണ്ടായെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഇത് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നമ്മൾ കവിത പഠിക്കുമ്പോൾ യൂഫിമിസോ എന്നും പറഞ്ഞ ഒരു അലങ്കാരമാണ്. മലയാളം എന്നാ പറയുന്നത് എനിക്കറിയത്തില്ല. യൂഫിമിസം അറിയാവുന്നവരുണ്ട് എന്നോടൊന്ന് പറഞ്ഞു തരണം. യൂഫിമിസം എന്നാണ് ഇതിനെ പറയുന്നത്. എന്ന് പറഞ്ഞാലേ ചില കാര്യങ്ങൾ പറയാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വേറെ പദപ്രയോഗങ്ങൾ കൊണ്ട് തന്നെ അത് പറയും. ഉദാഹരണം, എൻ്റെ അപ്പച്ചൻ മരിച്ചിട്ട് 10-18 വർഷമായി, കടന്നുപോയിട്ട് 10-18 വർഷമായി. എന്നാലും ഇന്നും എൻ്റെ അപ്പച്ചൻ മരിച്ചു പോയെന്ന് പറയാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് പറയുമ്പോൾ എനിക്ക് ഏതാണ്ടൊരു ഒരു 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 വല്ലാത്തൊരു വിഷമം. മരിച്ചു പോയി എന്ന് പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാനതുകൊണ്ട് ആരോട് പറയുമ്പോഴും പറയും എൻ്റെ അപ്പച്ചൻ കടന്നു പോയിട്ട് 18 വർഷമായി. അർത്ഥം എന്നതാ? കടന്നുപോയെന്ന് പറഞ്ഞാൽ എന്നതാ? മരിച്ചുപോയെന്ന് തന്നെ അർത്ഥം. പക്ഷേ ഈ ആദ്യം പറയുന്നത് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നിയതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. കടന്നുപോയി. ഇതിനെ വിളിക്കുന്ന പേരാ യൂഫിമിസം. എന്താ, ചില കാര്യം പറയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുക കേട്ടോ, ഞാൻ ഒരു വണ്ടി വാങ്ങിച്ചു. നിങ്ങൾക്ക് വലിയ സന്തോഷമായി ഞാൻ വണ്ടി വാങ്ങിച്ചെന്ന് കേട്ടപ്പോൾ. അപ്പം ഞാൻ പറയുക സെക്കൻഡ് ഹാൻഡാ എന്ന് പറഞ്ഞാൽ ഉള്ള സന്തോഷം തീർന്നില്ലേ? സെക്കൻഡ് ഹാൻഡാ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ സന്തോഷം തീരുവന്ന് കാറ് വിൽക്കുന്നവർക്കും അറിയാം. അതുകൊണ്ട് അവർ സെക്കൻഡ് ഹാൻഡ് കാറ് വിൽക്കുന്നിടത്ത് ആ പേരങ്ങ് മാറ്റി. സെക്കൻഡ് ഹാൻഡ് കാർഡ്സ് ഒന്നും അവർ എഴുതി വെക്കുകയില്ല. അവർ പുതിയൊരു പേരെഴുതി വെച്ചു, യൂസ്ഡ് കാർ. കണ്ടോ? ഇത് കണ്ടപ്പോൾ നമ്മൾ തള്ളിക്കയറി ചെല്ലുക. ഇതെന്നാ തന്നെയാ? സെക്കൻഡ് ഹാൻഡ് തന്നെയാ. ഇപ്പം യൂസ്ഡ് അല്ലെങ്കിൽ പ്രീ ഓൺഡ് കാർസ്. അപ്പം നമുക്കും വിഷമമില്ല, നമ്മൾ വാങ്ങിക്കാൻ ചെന്നു. കണ്ടോ? ഇതിനെ വിളിക്കുന്ന പേരാണ് യൂഫിമിസം. ഇനി എന്നാ പറയുന്നത് എനിക്കറിയത്തില്ല. അങ്ങനെ നമ്മളൊരു യൂഫിമിസം കണ്ടുപിടിച്ചിരിക്കുന്നതാ. എൻ്റെ ജീവിതത്തിൽ ദൈവമക്കളെ ചില ബലഹീനതകൾ ഉണ്ടായി. നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഇതങ്ങ് നിർത്തിയേ. അങ്ങനെ ഒരു വാക്കില്ല വേദപുസ്തകത്തിൽ. കുഞ്ഞെ, ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട് കേട്ടോ, കോൾഡ് എ സ്പെയ്ഡ് എ സ്പെയ്ഡ്. മമ്മട്ടിയെ മമ്മട്ടിന്ന് തന്നെ വിളിച്ചോണമെന്നാ. അതുകൊണ്ട് പാപത്തെ പാപം തന്നെ വിളിച്ചോണം കേട്ടോ. അതിൽ കുറഞ്ഞ പേരൊന്നും അതിനിണങ്ങുകയില്ല. പാപമല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഏകവചനം ബലഹീനത. ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ ബലഹീനതയ്ക്ക് ചുണ നിൽക്കുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം കേൾക്കണം. അസ്തനേയ എന്ന് പറഞ്ഞൊരു പദമാണ്. അസ്തനേയ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം അസ്തനേയ. ഇനി കേൾക്കണം, ഈ പദം വേദപുസ്തകത്തിൽ പലയിടത്തും വന്നിട്ടുണ്ട്, പുതിയ നിയമത്തിൽ പലയിടത്തും വന്നിട്ടുണ്ട്. ബലഹീനത എന്നതാണ് പലയിടത്തും വന്നിട്ടുണ്ട്. എല്ലാം പറയാൻ നേരമില്ല. ഒരെണ്ണം തന്നെ ഒന്ന് പറഞ്ഞ് ഒപ്പിച്ചാൽ മതിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 10 മിനിറ്റ് കൂടെ ഉണ്ട്. 10 മിനിറ്റിനകം ഞാൻ നിർത്തണം. പ്രാർത്ഥിച്ച ആശീർവാദവും പറയണമല്ലോ. അതുകൊണ്ട് പറ്റിയ ഒരെണ്ണം പറയാം, അപ്പോൾ സമയം തീരും. ബാക്കി 2 പോയിന്റ് പിന്നെ കിടക്കുക. പോട്ടെ. ബലഹീനത. ഏതാ ബലഹീനത എന്ന് കേൾക്കണോ? വായിച്ചേ, യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 14-ാമത്തെ വാക്യം എടുത്തേ. 5:14. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. ഞാൻ നിങ്ങൾ ഓർത്ത് കാണും, ഞാൻ എന്തിനാ ഈ പറഞ്ഞ വാക്യവുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ഈ വാക്യം ഇവിടെ വായിച്ച് കേൾപ്പിച്ചെന്ന്. ഇതാ മലയാളത്തിന് പറ്റിയ തെറ്റ്. മലയാളത്തിൽ പറ്റിയ തെറ്റ് അതാണ്. തർജ്ജമ ചെയ്തപ്പോഴത്തേക്ക് ഒരിടത്തൊരു വാക്ക് ഉപയോഗിച്ചാൽ മറ്റിടത്ത് വേറെ വാക്ക് ഉപയോഗിക്കും. അപ്പം നമ്മൾ ദൈവാത്മാവ് നമ്മളോട് പറയാൻ ഉദ്ദേശിച്ച ആശയം നമുക്ക് കിട്ടാതെ പോകും. നിങ്ങൾ ഈ വാക്യത്തെ ശ്രദ്ധിച്ചല്ലോ, 2 വട്ടം ആവർത്തിച്ച് വന്നൊരു പദമുണ്ടല്ലോ. എന്നതാ? നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ അവന് വേണ്ടി എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. ദീനക്കാരൻ അവിടെ എഴുതിയിരിക്കുന്ന ദീനമില്ലേ? ദീനം എന്ന് എഴുതിയിട്ടില്ലേ? അത് അസ്തനേയ. ബലഹീനത എന്ന് അവിടെ എഴുതിയില്ലേ? ആ പദവാ ഇവിടെ. കണ്ടോ? നമുക്ക് മനസ്സിലാകാതിരിക്കാൻ
തർജ്ജമകാരന്മാർ പറ്റിച്ച പണിയാ. അപ്പൊ ദീനം എന്ന് പറഞ്ഞാൽ ബലഹീനതയാ. പക്ഷെ അവരെന്താ ദീനം എന്ന് എഴുതിയെന്നറിയാവോ? ദീനം എന്ന് പറഞ്ഞാൽ തന്നെ, ദീനം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ബലഹീനതയല്ലേ? എന്ത് ബലഹീനതയാ? ശരീരത്തിൻ്റെ ബലഹീനതയാ. അത് തെളിവാകാൻ വേണ്ടിയിട്ട് ഒറ്റ വാക്ക്, നിങ്ങളിൽ ശരീരത്തിൽ ബലഹീനനായിരിക്കുന്നവൻ സഭയിലെ മൂപ്പനെ വരുത്തട്ടെ, അവർ അവന് വേണ്ടി എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ശരീരത്തിൽ ബലഹീനനായവനെ രക്ഷിക്കും. അങ്ങനെ നീട്ടി എഴുതാനുള്ള പാടുകൊണ്ട് അവരും ചുരുക്കിയെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് അവരോട് ക്ഷമിക്കാം അല്ലേ? അല്ലേ? വെറുതെ പോട്ടെ. ഏതായാലും അങ്ങനെയെങ്കിലും എഴുതി കിട്ടിയ കൊണ്ടാണല്ലോ നമ്മുടെ കണ്ണൊക്കെ തെളിഞ്ഞത്. അപ്പം നമുക്ക് അവരെ അങ്ങ് വിടാം. ഏതാണെങ്കിലും അർത്ഥം ഇതാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ദീനം എന്ന് പറയുന്നത് എന്താ? ശരീരത്തിൻ്റെ ബലഹീനത. ഇനി ഞാനിത് കൂട്ടിക്കടിപ്പിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കും. ഏത് ബലഹീനതയാ? ഒന്ന്, ശരീരത്തിൻ്റെ ബലഹീനത. ഞാൻ ദൂത് പറയാം, ഇന്ന് രാത്രി ശരീരത്തിൻ്റെ ബലഹീനതയുമായി ആരെങ്കിലും ഭാരത്തോടെ ദൈവസന്നിധിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, നിനക്കൊരു മറുമരുന്നുണ്ട്. ആത്മനിറവിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. ഇന്ന് രാത്രി ആത്മനിറവിൽ പ്രാർത്ഥിച്ചു തുടങ്ങും. ഞാൻ ആത്മാവിൽ അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ചില രോഗബന്ധനങ്ങളുടെ കെട്ടഴിക്കുന്ന രാത്രിയാകയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് വീൺവാക്കല്ല. നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് നാം കണ്ണാലെ കണ്ടത് എത്രയോ രോഗങ്ങൾ മരണം വന്ന് മുട്ടി വിളിച്ച സന്ദർഭങ്ങളിലും ഇന്നത്തെ പോലെ മൾട്ടി സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളോ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളോ നമ്മുടെ നാട്ടിൻ പുറത്തില്ലാതിരുന്നപ്പോൾ, അക്ഷരാഭ്യാസമോ പണമോ ഒന്നുമില്ലാത്ത നമ്മുടെ പിതാക്കന്മാർ വിശ്വാസത്തിന് വേണ്ടി ചുവട് വെച്ചിറങ്ങി വന്ന് തലപോകുന്ന ചില വിഷയത്തിന് നടുവിൽ അവർ മുഴങ്കാലിലിരുന്ന് ആത്മനിറവിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരുടെ ബന്ധനം അഴിച്ചു വിട്ടെങ്കിൽ ഇന്ന് രാത്രി അതേ ദൈവാത്മാവ് നമുക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന രാത്രിയാകയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ആദിമകാല പിതാക്കന്മാരുടെ കൂടെ ഇറങ്ങിത്തിരിച്ചൊരു കുടുംബത്തിൽ പിറന്നതുകൊണ്ട് എത്രയോ രോഗികൾ മൂർഖൻ പാമ്പ് കടിച്ച് കരിനീലിച്ച് മരണം കാത്ത് തൊണ്ടക്കുഴിയിൽ ഒരു ചെറിയ ചലനമല്ലാതെ മറ്റൊന്നും അവശേഷിക്കാത്ത വ്യക്തികളുടെ കിടക്കയ്ക്ക് ചുറ്റും ദൈവസഭ കൂടിയിരുന്ന് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ കണ്ണാലെ കണ്ടിട്ടുണ്ട്. മരണം കാത്തു കിടന്നവർ എഴുന്നേറ്റു വന്ന് ദൈവജനത്തിന്റെ കൂടെ ഇരുന്ന് ദൈവത്തെ ആരാധിച്ചത് കണ്ടിട്ടുള്ള തലമുറ ഇവിടെ ഇരിപ്പില്ലേ? ഇന്ന് രാത്രി ആത്മാവിന് ക്ഷീണം വന്നിട്ടില്ല, ആത്മാവ് ബലഹീനനായിട്ടില്ല. അതേ ദൈവാത്മാവ് ഇന്ന് രാത്രിയിലും പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ ഇവിടേക്ക് കൊണ്ടുവന്ന രോഗബന്ധനങ്ങളുമായി മടങ്ങി പോകരുത്. ആത്മനിറവിൽ പ്രാർത്ഥിച്ചു വിടുതലെടുക്ക. ഇന്ന് രാത്രി ആത്മനിറവിൽ പ്രാർത്ഥിക്ക. ഹല്ലേലൂയ. ഇതേ ഞാൻ നിങ്ങളോട് തിയറി പറയുന്നതല്ല. നിങ്ങൾക്ക് എൻ്റെ ശബ്ദത്തിൽ ഒരല്പം ഇടർച്ച തോന്നുന്നുണ്ടെങ്കിൽ അത് തുടർമാനമായ ശുശ്രൂഷ കൊണ്ടും യാത്ര കൊണ്ടും ഉണ്ടായ ക്ഷീണമാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം ബോംബെയിൽ ഇങ്ങോട്ട് വന്നേച്ച് ഓടി നടന്ന് അവിടെ ചില ശുശ്രൂഷ കഴിഞ്ഞ് അവിടെ വിശ്രമിക്കാൻ നേരമില്ല. കാരണം ഞങ്ങളുടെ സെൻട്രൽ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഇന്ന് രാത്രിയിൽ അവിടെ നടക്കുക. അവിടെ പോയി ഒന്ന് തലകാട്ടി അവിടെ നിന്ന് ഓടി വരിക. എൻ്റെ ശരീരത്തിൽ ഈ യാത്രയുടെ ക്ഷീണം, തുടർമാനമുള്ള പ്രസംഗത്തിൻ്റെ ക്ഷീണം, അതിൻ്റെ പതർച്ചയല്ലാതെ എനിക്ക് വേറൊന്നുമില്ല. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, തിയറി അല്ല പ്രസംഗിക്കുന്നത്. നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിന് രോഗസൗഖ്യം തരാൻ കഴിയുമെന്നുള്ളതിൻ്റെ തെളിവാണ്. കഴിഞ്ഞ 24 വർഷമായി ഒരു കടുത്ത ശൂലം ചുമ്മിക്കൊണ്ട് നടക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ.
ഒരു കടുത്ത ശൂലം. എന്നെ കണ്ടാൽ നിങ്ങൾക്ക് തോന്നുകയില്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപ. കാരണം എനിക്ക് ശേഷം ഈ ശൂലം ചുമന്നവരൊക്കെ പലരും ഇന്ന് ഭൂമുഖത്തില്ല. അതിനുശേഷം 4 ഹാർട്ട് അറ്റാക്കും കഴിഞ്ഞ ആളായി നിൽക്കുന്നത്. 4 അറ്റാക്കും കൂടെ കഴിഞ്ഞ ആളായി നിൽക്കുന്നത് കേട്ടോ. ഞാനത് രഹസ്യമോ നിങ്ങൾക്ക് അന്വേഷിക്കാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസവും താബോർ സഭയുടെ വട്ടപ്പാറ നടന്ന കൺവെൻഷന് വന്ന് പ്രസംഗിച്ചേച്ച് പോയത്. അവിടെ ചോദിക്കാം, താബോറിലെ വിശ്വാസികളോട്, അവിടെയുള്ള പാസ്റ്ററോട് ചോദിക്കാം. എന്തെങ്കിലും മേനി പറഞ്ഞേച്ച് പോകാനല്ല, ദൈവം നടത്തുന്ന വിധങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയുക. ആദ്യത്തെ അറ്റാക്ക് ഒരു മാസീവ് അറ്റാക്കായിരുന്നു. 24 മണിക്കൂർ അവധി പറഞ്ഞ് എന്നെ വെന്റിലേറ്ററിൽ എടുത്തിട്ടു. നിങ്ങൾക്കറിയാമോ, അപ്പോൾ എൻ്റെ ഷുഗർ 560 ഡയബറ്റിക് ഉള്ളവർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകും. റാൻഡമായി എടുത്തത് എങ്കിൽ പോലും 560 ഷുഗർ കൗണ്ടിൽ നിൽക്കുക. IC കിടക്കുമ്പോൾ ഒറ്റയടിക്ക് ഇത് കുറയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ഡോക്ടർമാർക്കൊരു സംശയം, 2ാമതൊരെണ്ണം കൂടെ വരാനുള്ള സാധ്യത അവർ കണ്ടിട്ട് എൻ്റെ വൈഫിനെ വന്ന് ആശ്വസിപ്പിച്ചു. നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ശുശ്രൂഷ തീരാഞ്ഞതുകൊണ്ട് ദൈവം പുറത്തു കൊണ്ടുവന്നു. അതിനെ തുടർന്നൊരു 3 എണ്ണം കൂടെ വന്നു. ശുശ്രൂഷ തീരാഞ്ഞുകൊണ്ട് ഒന്നും പറ്റിയില്ല, ഇറങ്ങി. പക്ഷേ ഡോക്ടർമാർ എന്നോടൊരു കാര്യം പറഞ്ഞു, നിൻ്റെ ഹാർട്ട് വീക്കാണ്, ഇനി ശബ്ദമെടുക്കരുത്, ശബ്ദമെടുത്ത് സംസാരിക്കരുത്. 1 വർഷത്തെ അവധി പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, 1 വർഷം നീ വിശ്രമിക്കണം. ശരിയാകട്ടോ, 1 വർഷം 1 ഗ്ലാസ് വെള്ളം മേശപ്പുറത്തിൽ നിന്ന് എടുത്ത് എനിക്ക് കുടിക്കാൻ വയ്യായിരുന്നു. എൻ്റെ ഭാര്യ എടുത്തു തരണം, കാരണം എൻ്റെ കൈ വിറയ്ക്കുമായിരുന്നു. 1 ഗ്ലാസ് വെള്ളത്തിൻ്റെ ഭാരം താങ്ങാനാവാതെ ഞാൻ ഭാരപ്പെട്ട ദിവസങ്ങളുണ്ട്. 1 കപ്പ് വെള്ളവും എടുക്കാനേ വയ്യ. എന്നെ കുളിപ്പിച്ച് തുവർത്തി ബെഡിൽ കൊണ്ടിരുത്തി. എൻ്റെ വൈഫിന് ജോലിയുണ്ട്, രാവിലെ അവൾ അധ്യാപികയാണ്. അവൾക്ക് പോകണമെങ്കിൽ എൻ്റെ കാര്യമെല്ലാം കഴിച്ചിട്ട് വേണം പോകാൻ. ഒന്നും വയ്യ, ആഹാരമെല്ലാം എടുത്തു വെച്ചേക്കണം. 1 വർഷം ഇരിക്കണമെന്ന് പറഞ്ഞു. ദൈവം എന്നെ 1 വർഷം ഇരുത്തിയില്ലല്ലോ, 6 മാസമായപ്പോൾ എഴുന്നേൽപ്പിച്ചല്ലോ. എന്നോട് പറഞ്ഞു, നീ ശബ്ദം ഉയർത്തി സംസാരിക്കരുത്. ഞാൻ ചോദിച്ചു, സാർ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ വളരെ അതിവിദഗ്ധരായ ഡോക്ടർ എന്നോട് പറഞ്ഞെന്നറിയാമോ, ഒരു 2 നില കെട്ടിടത്തിൻ്റെ ടെറസിൻ്റെ മുകളിലേക്ക് 1 വീർപ്പ് ശ്വാസത്തിൽ ഒറ്റ ഓട്ടത്തിൽ കയറാൻ ശ്രമിക്കുമ്പോൾ നിൻ്റെ ഹാർട്ടിനുണ്ടാകുന്ന എക്സേർഷൻ 10 മിനിറ്റ് ശ്വാസം പിടിച്ച് നീ പ്രസംഗിക്കുമ്പോൾ നിൻ്റെ ഹാർട്ടിനുണ്ടാകും. അത് താങ്ങാനുള്ള ശേഷി നിൻ്റെ ഹാർട്ടിനില്ല. അതുകൊണ്ട് ഇനി പ്രസംഗിക്കരുത്. ഞാൻ ചോദിച്ചു, പിന്നെന്ത് ചെയ്യും സാർ? അപ്പോൾ എന്നോട് പറഞ്ഞു നീ നേരത്തെ പഠിപ്പിച്ചതല്ലേ. അദ്ദേഹം എൻ്റെ അച്ഛനെന്നാണ് വിളിച്ചത് കേട്ടോ, അവരുടെ രീതി അനുസരിച്ച്. ജോർജ് സാറാ കാരിത്താസിലെ. അദ്ദേഹം കഴിഞ്ഞിടയ്ക്ക് മരിച്ചു പോയി. അദ്ദേഹം എന്നെ അവരുടെ പട്ടക്കാരെ വിളിക്കുന്ന പോലെ അച്ഛൻ, എൻ്റെ വൈഫിനെ കൊച്ചമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛനൊരു കാര്യം ചെയ്യേ, അച്ഛനാകുന്നതിന് മുമ്പ് സാറല്ലായിരുന്നോ, അതുകൊണ്ട് ഇനി പഠിപ്പിച്ചു. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, ദിവസം 2 മണിക്കൂറേ പഠിപ്പിക്കാവൂ, അതും ഇരുന്നോണ്ടേ പഠിപ്പിക്കാവൂ, അതും വലിയ ശബ്ദം എടുക്കരുത്. ഞാനെല്ലാം സമ്മതിച്ച് വീട്ടിൽ പോയി 6 മാസം ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഇങ്ങനെ ഇരുന്നാൽ പറ്റുകയില്ലല്ലോ. കൃപയാൽ അന്ന് ഇറങ്ങിയതാ. ഇന്ന് ദിവസം 2 നേരവും, ചിലപ്പോൾ 3 നേരവും ഈ ശബ്ദമുയർത്തി എൻ്റെ കർത്താവിനെ വിളിച്ചു പറയുവാൻ ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുക, പരിശുദ്ധാത്മാവ് നിന്റെ ബലഹീനതയ്ക്ക് തൂണ നിൽക്കും. പരിശുദ്ധാത്മാവ് നിന്റെ ബലഹീനതയ്ക്ക് തൂണ നിൽക്കും. ഇത് പഴങ്കഥയല്ല, ഇത് അനുഭവിച്ചിട്ട് പറയുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? എൻ്റെ സമയമായി. ഇന്ന് രാത്രി നീ വിശ്വസിക്കുന്നു? ഞാൻ അതുകൊണ്ട് ദൈവസഭയ്ക്കകത്ത് ഒരാധുനികവത്കരണം ഉണ്ടാകണമെന്ന് വാദിക്കുന്നവനല്ല. കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലഘട്ടത്തെ പോലെ ദൈവസഭയ്ക്കൊരു പൂർവീകരണം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നവരാ. എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവർ ഇന്ന് രാത്രി അങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചേ. ഞങ്ങളുടെ സഭയിലേക്ക് പിതാക്കന്മാരുടെ കാലത്തെ പോലെ ഒരു നല്ല കാലം വരണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കാൻ തയ്യാറാ? ഇന്ന് രാത്രി അന്യഭാഷയിൽ ആത്മാനിറവിൽ ഇന്ന് രാത്രി എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാ? ഇന്ന് രാത്രി നിന്റെ ബലഹീനതകൾ ദൈവത്തിന്റെ ആത്മാവ് ഏറ്റെടുക്കാൻ തയ്യാറാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവസഭയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.
ദിവസഭക്ഷണം സ്വീകരിച്ച് ഈ പകൽക്കാലം കടന്നു, ഈ പകൽക്കാലം രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട സുഷിത കർത്താവിൻ്റെ ദാസൻ ദിവസത്തോട് വലിയ വ്യക്തിയാണ്. നന്ദി അറിയിക്കുന്ന നമ്മുടെ കണ്ണുകളെ നമുക്ക് ദിവസം അടയ്ക്കുക. എല്ലാ പ്രിയപ്പെട്ട ഒരു നിമിഷം ദൈവസന്നിധി സ്തോത്രം ചെയ്താട്ടെ. ഈ കാലഘട്ടത്തിലല്ല, ഏത് കാലഘട്ടത്തിലും ദൈവസഭയ്ക്ക് ആവശ്യമായ ഏറ്റവും എസൻഷ്യലായ ദൈവശബ്ദമാണ് പരിശുദ്ധ ആത്മാവ് നമുക്ക് നൽകിയത്. ഹല്ലേലൂയ. വേണ്ടുപോലെ പ്രാർത്ഥിക്കേണ്ടതെന്ന് നമ്മൾ അറിയാതിരിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നെന്ന് പരിശുദ്ധ ആത്മാവ് നമ്മെ ഓർപ്പിച്ചല്ലോ. ബുദ്ധിയിൽ പ്രാർത്ഥിക്കാം, ആത്മാവിലും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ബുദ്ധിയിൽ പ്രാർത്ഥിക്കേണ്ടത് എവിടെയെന്ന്, ആത്മാവിൽ പ്രാർത്ഥിക്കേണ്ടത് എവിടെയെന്ന്, ആത്മാവിൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന്, ആത്മാവിൽ പ്രാർത്ഥിച്ചാലുള്ള ശ്രേഷ്ഠത എന്തെന്ന് പരിശുദ്ധ ആത്മാവ് നമ്മെ ഓർപ്പിക്കുവാനിടയായല്ലോ. ഹല്ലേലൂയ. പലതിലും ഹല്ലേലൂയ ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ പ്രാർത്ഥനാ തലത്തിൽ വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം ആരും അറിയാതിരിക്കുമ്പോൾ സകലതയും അറിയുന്ന, ദൈവഹിതം അറിയുന്ന പരിശുദ്ധ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നുവെന്ന്, ആ വചനത്തിന്റെ ആഴമെന്തെന്ന് പരിശുദ്ധ ആത്മാവ് തന്റെ ദാസൻ കേൾപ്പിച്ചല്ലോ. ഒരു നിമിഷം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഇന്ന് രാത്രികാലം നാം കേട്ടത് ഒരു തിയററ്റിക്കൽ മെസ്സേജ് അല്ല, ഒരു പ്രാക്ടിക്കൽ മെസ്സേജാണ്. സ്വതം ഇന്ന് നാം കേട്ടിട്ട് വീട്ടിൽ പോകാനല്ല, ഇന്ന് ഈ രാത്രി മുതൽ അത് നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ, നമ്മുടെ രഹസ്യ ജീവിത പ്രാർത്ഥനാ തലങ്ങളിൽ അതൊന്ന് പ്രാക്ടിക്കലാക്കേണ്ടതിനായി ഹല്ലേലൂയ കുറെ കാര്യങ്ങൾ ബുദ്ധിയിൽ പ്രാർത്ഥിക്കുകയല്ല, ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ദാനമായി നൽകിയ പരിശുദ്ധാത്മ നിറവില് അന്യഭാഷയോടെ ആത്മാവിൽ പ്രാർത്ഥിക്കണതിനായി നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. വചനം സംസാരിപ്പാൻ, വചനത്തിന്റെ പൊരുൾ തിരിച്ചേരുവാൻ കർത്തൃത്വത്തിനെ കർത്താവ് അധികാരപ്പെടുത്തിയല്ലോ. വചനത്തിന്റെ വാതിലെ കർത്താവ് തുറന്നല്ലോ. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചല്ലോ. കർത്തൃദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാല സാക്ഷ്യം പറഞ്ഞതുപോലെ ശരീരത്തിൽ വല്ലാത്ത ബലഹീനത ഉണ്ടെങ്കിലും ഹല്ലേലൂയ കർത്താവ് ബലപ്പെടുത്തി നടത്തുന്ന, പരിശുദ്ധ ആത്മാവ് തുടർന്ന് നടത്തുന്ന, അനേകർക്ക് ആശ്വാസവും അനുഗ്രഹമാക്കി നിർത്തിയിരിക്കുന്ന എല്ലാ ദൈവസ്നേഹത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. പിന്നെയും അനേകർക്ക് ആശ്വാസവും അനുഗ്രഹമായി നിർത്തേണ്ടതിന് വചനത്തിന് മറപൊരുളുകളെ തിരിച്ച് പരിശുദ്ധ ആത്മാവ് തന്റെ ദാസന് കൂടെ ഈ കാലഘട്ടങ്ങൾ ദൈവസഭയ്ക്ക് വേണ്ട ആലോചനകളെ നൽകേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മടക്ക യാത്ര ദൈവത്തിന്റെ കൃപ കൽപ്പിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം പ്രാർത്ഥിച്ച വിഷയമാണ്. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ നിങ്ങളിലേക്കൊന്ന് മടങ്ങി വരണതിന്, ഞങ്ങളെ നിങ്ങളിലേക്കൊന്ന് മടക്കി വരുത്തണമേ. പണ്ടത്തെ പോലൊരു നല്ല കാലം ഞങ്ങൾക്ക് നൽകണമെന്ന് ഇന്ന് നാം പ്രാർത്ഥിച്ച വിഷയമാണ്. ആ വിഷയത്തെ തൊട്ട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചല്ലോ. പെന്തക്കോസ്തിന്റെ ഒന്നാമത്തെ തലമുറ അനുഭവത്തിന്റെ തലമുറയായിരുന്നു. രണ്ടാമത്തെ തലമുറ അനുകരണത്തിന്റെ തലമുറയായി. പിന്നത്തേതിൽ അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരധപ്പതനത്തിന്റെ തലമുറയല്ല, ഒരനുഭവത്തിന്റെ തലമുറ എഴുന്നേറ്റ് വരണതിനായി കർത്താവിന്റെ വരവിനായി ഒരുങ്ങുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. വചനം കേട്ട നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ആത്മാവിൽ പ്രാർത്ഥിക്കേണ്ടതിന്റെ പ്രാധാന്യത പരിശുദ്ധ ആത്മാവ് കേൾപ്പിച്ചുവെങ്കിലോ അതിനുവേണ്ട ഒരു അഭിഷേകം, അതിനുവേണ്ട ഒരു ആത്മനിറവ് ഇന്ന് രാത്രികാല കർത്താവ് നമ്മുടെ മേൽ പകരുന്നതിനായി ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്നുള്ള നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അനുഗ്രഹിച്ചനായി നമ്മുടെ കരങ്ങളെ കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്തൃദാസനെ കൂടെ കർത്താവ് നമ്മോട് സംസാരിച്ചനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സമതവും സവാസവും കൂട്ടായ്മ നാം ഓർത്ത് പ്രാർത്ഥന വിഷമലും ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട വിഷമലും ഭൂലോകത്തിലെ വിഷമാനവിലും വിശേഷാൽ ഇന്ന് രാത്രികാലം കടന്ന നല്ല ദിവ്യജനത്തിന്മേലും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രികാലം ജനദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.